മലയാളത്തിന്റെ സ്വന്തം നാടൻപാടി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിത്ര ചേച്ചി. ഞാൻ ആദ്യം പാടിയത് രാധാകൃഷ്ണൻ ചേട്ടനാണ്. പ്രണയവസന്തം തളിരണിയുമ്പോൾ പ്രിയ സഖിന്റെ മൗനം. எக்ஸ்ட்ராடனரி டேலண்ட் அண்ட் எக்ஸ்ட்ராடனரி வாய்ஸ் ஒரு லெகசியை வச்சுட்டு இருக்காங்க. அவ்வளோ சாங்ஸ், அவ்வளோ ஃபேன்ஸ். അന്നും ഇന്നും ചിത്ര ഒരേ പേഴ്സണാലിറ്റിയാണ്. You have been an inspiration throughout my career. One of the world's best singers, but also as one of the world's best human beings. And Chitra, excellent singer. I can never ever sing like say for example Chitra. ലാലേട്ടനെ കുറിച്ച് രണ്ട് വാക്ക് പറയാണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരെയും പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധിക തന്നെയാണ്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ മതിയോ എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഇത്തിരി ടയേർഡൊക്കെ ആയിട്ടിരിക്കുമ്പോഴും അദ്ദേഹം ഫുൾ ഓൺ എനർജിയിൽ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, സ്കിറ്റ് ചെയ്യുന്നു, ഇതെല്ലാം. പിന്നെ മാത്രമല്ല നമ്മൾ പല പല കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ടി വിയിൽ നോക്കി അഡ്വർടൈസ്മെൻറ്റിൽ വരുന്നു, മറ്റേ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അതിനകത്ത് വരുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരാളിനെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അതിശയത്തോടെ ഞാൻ അദ്ദേഹത്തിനെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ഒരുപാട് കാര്യം. ഇത് ജർമ്മൻ ഭാഷയാ ചേച്ചി. വെൽക്കം ടു ജർമ്മനി. നൈസ് ടു മീറ്റ് യു. ഹായ്. മനസ്സിലായില്ലല്ലേ ചേച്ചി? ഞാൻ ജിമ്മി,
ഇത് ക്ലീറ്റസ്. ഈ ജർമ്മനിയിൽ ഞങ്ങൾ ഭയങ്കര ഫേമസ് ആണ് അല്ലേ? ചേച്ചി ഒരു മിനിറ്റ്. ഞങ്ങൾ അത്യാവശ്യം എടുത്ത ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ ചേച്ചി ഞങ്ങള് ഈ പരിപാടിയുടെ ഒരു ചെറിയ സ്പോൺസേഴ്സ് ആണ്, ചെറിയ രീതിയിൽ. അപ്പോ ചേച്ചിക്ക് കുടിക്കാൻ ജ്യൂസോ അങ്ങനെ വല്ലതും? വേണ്ട എന്നാ ഇപ്പൊ പിന്നെ ഒരു കുപ്പി അച്ചാർ എടുത്താളാ. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ തൊട്ട് നോക്കിയ തൊണ്ട ശുദ്ധിക്ക് ബെസ്റ്റാ. അച്ചാർ പാട്ടുകാർക്ക് തൊടാനേ പാടില്ലാത്ത സാധനം. പാട്ടുകാർക്ക് പിന്നെ എന്താ ഈ തൊടാൻ പറ്റുക? ചേച്ചി അങ്ങനെയാണെങ്കിൽ കാര്യം ഇതൊന്ന് പിടിക്കോ, മൈക്കിലാണ് ഇതൊന്ന് പിടിക്കൂ. ഒരു ഒറ്റ ഫോട്ടോ. ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തോ. ഇപ്പൊ വിളിക്കാം. ഒരു മിനിറ്റ് അവിടെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം. ഒരു ഫോട്ടോ. ചേച്ചി ഇങ്ങനെ നോക്കാം. അയ്യോ അച്ഛാ കളിക്കട്ടെ. അയ്യോ അച്ഛാ അച്ഛാ നീ വളരെ നമസ്കാരം. ചേച്ചി, ഞാൻ അച്ചായൻ, അച്ചമാസ് അച്ചാറിന്റെ MD ആണ്. അച്ചാമ്മ എന്റെ ഭാര്യയാണ്. ചേച്ചിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ ചേച്ചി അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അച്ചമാസ് അച്ചാർ എന്ന് പറഞ്ഞാല് ജർമ്മനി ഭയങ്കര ഫേമസ് ആണ്. ഇവര് നമ്മള് എന്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ അതിപ്പോ പിസ ആയിക്കോട്ടെ ബർഗർ ആയിക്കോട്ടെ അവരോട് അച്ചമാസ് അച്ചാർ എന്താ ഒന്ന് തൊടാതെ അവര് കഴിക്കുകയല്ല. അതുകൊണ്ട് ആരും തൊട്ടുനോക്കിയിട്ടില്ല. നമുക്ക് സംസാരിക്കുന്ന ഫോട്ടോ എടുത്തേക്കാം. ഒരു ഫോട്ടോ ചേച്ചി സമയമില്ല. ചേച്ചി ഇനി പണം വേണം. റെഡി. ചേച്ചി പോയിക്കോ. ചേച്ചി പോയിക്കോ. അതെ ഞങ്ങള് ഇൻസ്റ്റയിലിട്ട് ബൂസ്റ്റ് ചെയ്തോളാം. ഒരു കൊളാബ് വരും. ആ റിക്വസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തോ. കൊളാബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരിപാടിയാ. ഞാനതിൽ എന്ത് ചെയ്യണം? ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് ഞെക്കിയാ മതി. സന്തോഷം. അയ്യോ അതെന്താന്ന് വെച്ചാ കൊടുത്തോട്ടെ ചേച്ചി. ഇത് രണ്ടും ചേച്ചിയോ? ഇതാര്? ഞാൻ ഫോൺ തന്നെ ഫോട്ടോ കിട്ടിയെന്ന് നോക്കട്ടെ. എന്തെങ്കിലുള്ള നിപ്പുണ്ട് കലക്കില്ലട. ഹലോ, ഒരു കൊളാബറേഷൻ ഒക്കെ ഒപ്പിച്ചല്ലേ? ഋതുവിനല്ലടാ, നല്ല കാശ് മുടക്കേണ്ട തന്നെ. ഓ പാടാ. ഞാൻ തമാശ പറഞ്ഞില്ലേ? തമാശ പറഞ്ഞ ഈ തമാശക്കുള്ള കൂടി കുറച്ചിട്ട് നിനക്കുള്ള ശമ്പളം തരുള്ളൂടാ. നിന്നെ പാട്ട് പാടാനല്ലേ വിളിച്ചത്? അതെ. അപ്പൊ പാടിയാ മതി, തമാശ. ഞാൻ പാവല്ലേ? അത് ശരി. യദു അല്ല വിധു. എന്തെങ്കിലും അടി വാ. അതെ, ഈ ലാലേട്ടൻ ആളെങ്ങനെയുണ്ട്? അത് ഈ കാണുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ ലാലേട്ടൻ എങ്ങനെയാണെന്ന്? ഒന്നും പറഞ്ഞു കൊടുക്കണ അതല്ല. നമ്മുടെ അച്ചായൻ ലാലേട്ടനെ വെച്ച് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ഉണ്ട്. അതെ, ലാലേട്ടനും ചിലപ്പോ ഗുണം ചെയ്യും. അതെന്താന്ന് വെച്ചാല് നമുക്കറിയേണ്ട ഒരു ചെറിയ കാര്യം, ലാലേട്ടന്റെ വീക്ക്നെസ് ഒക്കെ എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഉണ്ട്. ലാലേട്ടനെ നല്ല 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 ഭക്ഷണപ്രിയനാണ്. അതൊന്നും അല്ല, വേറെ നല്ല വീക്ക്നെസ് ഒന്നുമില്ലേ? ഇഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ഉള്ളത് പറഞ്ഞേ? ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യമുണ്ട്. ലാലേട്ടനെ നല്ല 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 യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഓ അത് പറയണ്ടേ? ലാലേട്ടനെ ഇതൊക്കെ തന്നെ. അതായത് ഈ പാട്ടും ഡാൻസും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ചെറുക്കന് ലാലേട്ടനെ കുറിച്ച് ഒരു കോപ്പ് പറഞ്ഞോണ്ട് ഇതിന് പാട്ട് പാടുന്ന പൈസ കൊടുക്കണം. അയ്യോ അങ്ങനെ പറയണ്ടേ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പറഞ്ഞോ. അച്ചായനെ പറ്റിയിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഇൻട്രോ പോലെ ഒന്ന് പൊക്കി അടിക്കണം. അച്ചായനെ കുറിച്ച്